ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 86 ഭാരതയുദ്ധം ശ്ലോകം 5. യുദ്ധോദ്യോഗേഥ മന്ത്രേ മിളതി സതിവൃത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്ത സൈന്യ കരിപുരമഗമോ ദൗത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. യുദ്ധോദ്യോഗേഥ മന്ത്രേ മിളതി സതി വൃത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്തസൈന്യ കരിപുരം അഗമോ ദ്യൂത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മ ദ്രോണാദി മാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനി സദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂ. അർത്ഥം: അഥ പാണ്ഡവന്മാരുടെ കാനനവാസവും പ്രച്ഛന്നവാസവും കഴിഞ്ഞതിനു ശേഷം യുദ്ധോദ്യോഗേ യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെപ്പറ്റി മന്ത്രേ ആലോചന മിളതി സതി നടക്കുമ്പോൾ ഫൽഗുനേന അർജുനനാൽ ത്വം അങ്ങ് ഏക തനിച്ച് വൃത സ്വീകരിക്കപ്പെട്ടു കൗരവ്യേ ദുര്യോധനന് സൈന്യത്തെ മുഴുവൻ നൽകിയിട്ട് പാണ്ഡവാർത്ഥം പാണ്ഡവന്മാർക്കു വേണ്ടി ദൂതകൃത് ദൂതനായി കരിപുരം ഹസ്തിനപുരത്തെ അഗമ അങ്ങ് പ്രാപിച്ചു. ഭീഷ്മദ്രോണാദിമാന്യേ ഭീഷ്മർ ദ്രോണർ തുടങ്ങിയ ആചാര്യന്മാർക്കു പോലും ബഹുമാന്യനായ തവ അങ്ങയുടെ വചനേ ഖലു ഉപദേശവാക്കുകളാകട്ടെ കൗരവേണ ദുര്യോധനനാൽ ധിക്കരിക്കപ്പെട്ടപ്പോൾ, അതായത് തള്ളിക്കളയപ്പെട്ടപ്പോൾ, മുനി സദസ്സി വ്യാസൻ തുടങ്ങിയ മുനിമാരുടെ സദസ്സിൽ വിശ്വരൂപത്തെ വ്യാവൃണ്വൻ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പുരീം ഹസ്തിനപുരത്തെ ക്ഷോഭയിത്വ ഇളക്കി ഭയപ്പെടുത്തിയിട്ട് ആഗത അഭൂ മടങ്ങിപ്പോന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യുദ്ധോദ്യോഗേ അഥ ചേർത്ത് ചൊല്ലുമ്പോൾ യുദ്ധോദ്യോഗേഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യുദ്ധോ എന്നുള്ളതിൻ്റെ ഥോന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മന്ത്രേ മിളതി സതി വൃത അവിടെ വിസർഗം. ഫൽഗുനേന ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ ഫ രണ്ടാമത്തെ ഫ എന്നാണ്. ത്വമേക അവിടെ വിസർഗം. കൗരവ്യേ ദത്തസൈന്യ അവിടെ വിസർഗമുണ്ട്. കരിപുരം അഗമോ ദ്യൂത്യകൃത് പാണ്ഡവാർത്ഥം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭീഷ്മ ഭീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ദ്രോണാദി മാന്യേ തവ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വചനേ വ ച എന്നാണ് ജ എന്നായി പോരുത്. വചനേ ധികൃതേ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൗരവേണ വ്യാവൃണ്വൻ ണ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. വിശ്വരൂപം മുനി സദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂ. ക്ഷോഭ ക്ഷോ എന്നുള്ള അക്ഷരം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ക്ഷോഭയിത്വാഗത അഭൂ അവിടെ ആന്നുണ്ട്, അവഗ്രഹ ചിഹ്നം ഉണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിസർഗത്തോടു കൂടെ നിർത്തണം. യുദ്ധോദ്യോഗേഥ മന്ത്രേ മിളതി സതിവൃത ഫൽഗുനേന ത്വമേക
കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോ ദൗത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂ. അടുത്തത് 6-ാമത്തെ ശ്ലോകം. ജിഷ്ണോസ്ത്വം കൃഷ്ണ സൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യയേകോയമാത്മാ കോ വധ്യ കോത്രഹന്താ തദിഹ വധഭിയം പ്രോച്യ മയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം. നമുക്കിതിലെ അക്ഷരങ്ങൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ജിഷ്ണോ സ്ത്വം കൃഷ്ണ സൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിദം അയി സഖേ നിത്യ ഏകോയം ആത്മാ കോ വധ്യ കോത്ര ഹന്ത തദിഹ വധഭിയം പ്രോജ്യ മയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിം അനയഥാ ദർശയൻ വിശ്വരൂപം. അർത്ഥം: കൃഷ്ണ അല്ലയോ വാസുദേവ, ത്വം ഖലു അവിടുന്നാകട്ടെ, ജിഷ്ണു അർജുനൻ്റെ സൂത സാരഥിയായി, ബന്ധുഘാതേ ബന്ധുക്കളുടെ വധത്തിൽ, ദയാലും ദയകൊണ്ട് എതിർപ്പുള്ളവനും, ഖിന്നം ഖിന്നനും, വീരം വീരനുമായ തം ആ അർജുനനെ വീക്ഷ്യ കണ്ടിട്ട്, ഐ സഖേ അല്ലയോ സുഹൃത്തെ, ഇതും കിം ഇതെന്താണിങ്ങനെ, അയം ഈ, ആത്മാ ആത്മാവ്, നിത്യ നിത്യനും, ഏക ഏകനുമാണ്, വധ്യ കൊല്ലപ്പെടുന്നവൻ, ക ആരാണ്, അത്ര ഇവിടെ, ഹന്ത കൊല്ലുന്നവൻ, ക ആരാണ്, തദിഹ അതുകൊണ്ടിവിടെ, വധഭിയം വധം നിമിത്തമുള്ള ഭയത്തെ, പ്രോച്യ കളഞ്ഞിട്ട്, മയി എന്നിൽ, അർപ്പിതാത്മാ തന്നെ തന്നെ അർപ്പിച്ചു, ധർമ്മ്യം ധാർമ്മികമായ, യുദ്ധം യുദ്ധത്തെ, ചര ചരിച്ചാലും അല്ലെങ്കിൽ ചെയ്താലും, ഇതി എന്നിപ്രകാരം ഉപദേശിച്ചിട്ട്, വിശ്വരൂപം വിശ്വരൂപത്തെ, ദർശയൻ കാണിച്ചിട്ട്, പ്രകൃതി മനഃശാന്തി, അനയഥ ഉണ്ടാക്കി. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ജിഷ്ണോസ്ത്വം കൃഷ്ണ, അവിടെ ആശ്ചര്യചിഹ്നമുണ്ട്, അപ്പോൾ ഒന്ന് നിർത്താം. സൂത, അവിടെ വിസർഗം. ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സമരമുഖേ, ഖേ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ബന്ധുഘാതേ ദയാലും, ബന്ധു നാഥ എന്നാണ്, നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഖിന്നം, ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തം വീക്ഷ്യ, ക്ഷ്യ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വീരം, കിമിതം ഐ ചേർത്തിട്ട് കിമിതമയി, സഖേ ഖേ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നിത്യ ഏക അയം ആത്മാ, നിത്യ ഏകോയമാത്മാ, കോ വധ്യ, ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അവിടെ വിസർഗമുണ്ട്. ക അത്ര ചേർത്തിട്ട് കോത്ര, ഹന്ത തദിഹ വധഭിയം, ധ എന്നുള്ള അക്ഷരം അതേപോലെ ഭി എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രോച്യ, ച്യ എന്നുള്ളത് ഛഷം എന്നുള്ളതിൻ്റെ ഛ എന്നാണ്. പ്രോച്യ മയ്യർപ്പിതാത്മാ, ധർമ്മ്യം, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യുദ്ധം, ധം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ചരേതി പ്രകൃതിമനയഥാ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദർശയൻ വിശ്വരൂപം. ജിഷ്ണോസ്ത്വം കൃഷ്ണ സൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യയേകോയമാത്മാ കോ വധ്യ കോത്ര ഹന്ത തദിഹ വധഭിയം
പ്രോച്യമയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥാ ദർശയൻ വിശ്വരൂപം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.